മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ ജീവനക്കാരായ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മാലിന്യ ശുദ്ധീകരണ ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചതാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. രാവിലെ 10:30 കോഴിമാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റ നിർമ്മിക്കുന്ന സംസ്കരണ പ്ലാന്റിൽ അപകടമുണ്ടായത്. തൊഴിലാളികളായ 3 പേരെ കാണാതെ വന്നതോടെ മറ്റു ജീവനക്കാർ നടത്തിയ തിരച്ചിലാണ് മൂവരെയും മാലിന്യ ശുദ്ധീകരണ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്ലാന്റിലെ തൊഴിലാളികളായ വികാസ് കുമാർ, സമത് അലി, ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത്. ടാങ്കിലിറങ്ങിയവർ വിഷവാതകം ശ്വസിച്ചതോടെ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം. അപ്പോൾ അബദ്ധത്തിൽ എന്തോ സംഭവിച്ചാണ്. ഏകദേശം 5000 ലിറ്ററിന്റെ ടാങ്കാണ്. 3 പേരും ടാങ്കിനകത്താണ്. കുറെ നേരം കാണാഞ്ഞിട്ട് മാനേജർ വിളിച്ചു നോക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ അതിന്റെ പ്ലാന്റിനുള്ളിൽ പോയി നോക്കുമ്പോൾ വീണെടുക്കുന്നതൊക്കെ ഉണ്ട്. ടാങ്കിൽ ആദ്യം ഇറങ്ങിയ ആളെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പോലീസും വിലയിരുത്തുന്നത്. സ്ഥലത്ത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഒരാൾ ഇവിടുത്തെ പ്ലാന്റ് ഓപ്പറേറ്ററാണ്, മറ്റ് 2 പേര്, ഒരാൾ ഇപ്പുറത്തെ ഏതൊരു പ്ലാന്റിലെ ഓപ്പറേറ്ററാണ്, ഒരാൾ ഇവിടുത്തെ ലേബറാണ്. ഇവരെങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്ന് 2 പേരിലേക്ക് കയറി പോകുന്നത് നമ്മൾ CCTV കണ്ടു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. അരീക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, മലപ്പുറം.